ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനില്ലേ ഇളവനാണിത് കേട്ടോ. ഇളവന് മുറിച്ച് കുറച്ച് ഞാൻ നന്ന മഞ്ഞക്കറിയൊക്കെ ഇല്ല, കുറച്ച് മുളക് പൊടി ഇടും കേട്ടോ. പൊടിയൊക്കെ ഇട്ട് ഉപ്പ്, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം ഇട്ടുങ്ങാണ്ട് അടുപ്പത്തേക്ക് വെച്ചതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ലസം കൂടെ കറിവേപ്പില കൈയിട്ട് കൊടുക്കുക. അത് ഇറക്കിയിട്ട് തേങ്ങ ഞാൻ ആട്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ബന്ധുക്കൾ ഇട്ടാൽ പിന്നെ ഇപ്പോൾ ഇത് പച്ചക്കറി ഇപ്പം ഇങ്ങനെ മുറിക്കണാക്കണമെന്ന് ഇപ്പോൾ ആർക്കും കാട്ടിയിട്ട് കാര്യമില്ലല്ലോ. കുറച്ച് ലോങ് വീഡിയോയിലൊക്കെ വെച്ച് നമുക്ക് കാട്ടാം, അത് ഷോർട്ടല്ലേ. ഇനി ഇതാ തേങ്ങ ആട്ടി ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് കുറച്ചൊന്ന് തിളയ്ക്കണം. നല്ല തിളയ്ക്കാൻ അത് തിളപ്പിച്ചിട്ട് കുഴപ്പമില്ല, കുറച്ച് നേരം തിളച്ചാൽ കുഴപ്പമില്ല, നല്ലതാണ്. ഇതൊന്ന് ഇതിൽ കിടന്ന് വേവട്ടെ. ചട്ടി വെച്ച് അടുപ്പത്തിൽ ലേശം വെളിച്ചെണ്ണ വെച്ച് ഇതാ കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് ഇതായിട്ടിട്ടെ ഇതായിട്ടുണ്ടിട്ട ഇതിലേക്ക് നമ്മൾ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അത് റഹ്മാനുർ റഹീം ഇത് ഒഴിച്ചു കൊടുത്തിട്ടാ ഒഴിച്ചു കൊടുത്ത് നല്ല മൂടിയിട്ടേക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.